അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ വാർഷിക അനുമോദന സമ്മേളനം നടത്തി. വിദ്യാഭ്യാസ അവാർഡ് ദാനം, ആദരവ് എന്നിവയും നടത്തി. അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക അനുമോദന സമ്മേളനവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ താലൂക്ക് യൂണിയൻ ആസ്ഥാനമായ കെ ശങ്കരനാചാരി നഗറിൽ നടന്ന വാർഷിക അനുമോദന സമ്മേളനത്തിന് താലൂക്ക് പ്രസിഡന്റ് ബി ജയതിലകൻ കൊച്ചുമുറി അധ്യക്ഷനായി. വിശ്വകർമ്മ സമൂഹത്തിന് ആശയും അതുപോലെ ആവേശവുമായി തീരുവാൻ അഖില കേരള വിശ്വകർമ്മ മഹാസഭയ്ക്ക്, അതിന്റെ താലൂക്ക് യൂണിയനുകൾക്ക്, അതിന്റെ ശാഖാതലങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയരെ, ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയന്റെ ചില ദുരനുഭവങ്ങളെയും ഇന്നത്തെ അതിന്റെ തൃപ്തികരമായ ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അഖില കേരള വിശ്വകർമ്മ മഹാസഭ പ്രസിഡന്റ് വി എൻ ശശിധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശ്വകർമ്മതയുടെ ഏറ്റവും പ്രബലമായ മഹാഭൂരിപക്ഷത്തിന്റെ സംഘടനയാണ് അഖില കേരള വിശ്വകർമ്മ മഹാസഭ. ഏതാണ്ട് 80 വർഷത്തോളം പാരമ്പര്യമുള്ള ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അതിനെ നയിക്കാൻ കിട്ടിയ ഒരു അവസരം ഞാൻ ഏറ്റവും അഭിമാനത്തോടു കൂടി ഓർക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചവിടെ എനിക്ക് എന്നും പ്രചോദനമായി നിൽക്കുന്നത് കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് എന്നോടൊപ്പം ഇഞ്ചോടിഞ്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചുറുചുറുക്കുള്ള വളരെ ഊർജ്ജസ്വലമായ ഒരു ജനറൽ സെക്രട്ടറി കിട്ടി. അതാണ് ഏറ്റവും ഒരുപക്ഷെ ഇത്ര വേഗത്തിൽ ഈ ഏകോപന പ്രക്രിയ കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കറിയാം, ഞാൻ ദീർഘമായി കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഈ നല്ല സദസ്സിനെ പുഷ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി നമ്മൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അധിക്ഷേപങ്ങൾ എല്ലാം നമ്മൾ ഏറ്റുവാങ്ങിയ ഒരു ജനസമൂഹമാണ്, അല്ലെ? എന്തുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ പരസ്പരം എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. നമുക്കറിയാം, ഈ 4 നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു പുരുഷായുസിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ്. അവാർഡ് ദാനവും മുഖ്യപ്രഭാഷണവും ജനറൽ സെക്രട്ടറി ടി.എസ്. ജിജു പുളിക്കനല്ലൂർ നിർവഹിച്ചു. തന്നെ ശാഖാതലങ്ങളിലേക്ക് എത്തണം. ശാഖയുടെ പരിപാടികളിൽ ഇതേപോലെ യൂണിയന്റെ സാരഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളിലും ഏകോപനത്തിലുമൊക്കെ സജീവ സാന്നിധ്യം എല്ലാ ഘടകങ്ങളും പരസ്പര പൂരകങ്ങളായിട്ട് ഉണ്ടാവണം. ഈ സംഘടനയുടെ അടിസ്ഥാനം അംഗങ്ങളാണ്, ശാഖകളാണ്. പ്രാഥമികമായി സഭയുടെ അംഗത്വവും ശാഖകളും ഇല്ലാതെ ഈ സമുദായ സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രാധാന്യം ശാഖകൾക്കുണ്ട്. അതുകൊണ്ടാണ് ശാഖകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനാപരമായ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള അറിവും സംഘടനാ പ്രവർത്തനത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്ന തരത്തിൽ ഉള്ള ശ്രമങ്ങൾ യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഞാൻ തന്നെ ശാഖാതലങ്ങളിലേക്ക് എത്തണം. ശാഖയുടെ പരിപാടികളിൽ ഇതേപോലെ യൂണിയന്റെ സാരഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങളിലും ഏകോപനത്തിലുമൊക്കെ സജീവ സാന്നിധ്യം എല്ലാ ഘടകങ്ങളും പരസ്പര പൂരകങ്ങളായിട്ട് ഉണ്ടാവണം. ഈ സംഘടനയുടെ അടിസ്ഥാനം അംഗങ്ങളാണ്, ശാഖകളാണ്. പ്രാഥമികമായി സഭയുടെ അംഗത്വവും ശാഖകളും ഇല്ലാതെ ഈ സമുദായ സംഘടനയ്ക്ക് നിലനിൽക്കാൻ കഴിയില്ല. അത്രയ്ക്ക് പ്രാധാന്യം ശാഖകൾക്കുണ്ട്. അതുകൊണ്ടാണ് ശാഖകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘടനാപരമായ കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള അറിവും സംഘടനാ പ്രവർത്തനത്തെ ജനങ്ങളെ ബോധിപ്പിക്കുന്നത്. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ ബാലകൃഷ്ണനാചാരി സ്വാഗതം ആശംസിച്ചു. മഹാസഭ പ്രസിഡന്റ്, സെക്രട്ടറി എന്നിവരെ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ കൗൺസിലർ രാമകൃഷ്ണൻ KP ആദരിച്ചു. കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ ബോർഡ് മെമ്പർ ഡി മഹേശ്വരൻ, വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണനാചാരി, കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ലത എസ്, സംസ്ഥാന വനിതാ സമിതി സെക്രട്ടറി MU വിമലമ്മ, സംസ്ഥാന യുവജനവേദി കൗൺസിലർ രാജേഷ് PC, സംസ്ഥാന വനിതാ സമിതി കൗൺസിലർ ഉഷാകുമാരി, യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം ശങ്കരനാരായണനാചാരി, ചന്ദ്രനാചാരി, സുനിൽകുമാർ മരങ്ങാട്ട്, മുരളീധരനാചാരി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. താലൂക്ക് യൂണിയൻ ട്രഷറർ D രാജകുമാർ കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കായംകുളം.